ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ഓരോ ഫ്രണ്ട്സും എനിക്ക് തരുന്ന സ്നേഹത്തിനും അതുപോലെ തന്നെ സപ്പോർട്ടിനും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ്സിലേക്ക് പോകാം. ഞാൻ ഇന്നലെ തന്നെ വ്ളോഗ് ഇടണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഫീവറും വൊമിറ്റിങ്ങും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വ്ളോഗ്സ് ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വിക്ടോറിയൻ കാലഘട്ടത്തിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് വിക്ടോറിയൻ കാലഘട്ടത്തിലെ പോയിറ്റ്സിൻ്റെ ഓരോ കവിതകളൊക്കെ ഞാനിവിടെ എക്സ്പ്ലനേഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോറി പോലെയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു വിക്ടോറിയൻ ഇറയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാമെന്നുള്ളത്. ആദ്യമേ തന്നെ പറയുകയാണ്, ഇതൊരു എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല ഈ പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അഭ്യസിക്കുന്നവരോ അല്ലെങ്കിൽ അഭ്യസിക്കാത്തവരോ ആയ പഠിക്കുന്ന ഏതു ജനവിഭാഗത്തിനും ഇത് ഏതെങ്കിലും രീതിയിലൊരു സ്പാർക്കാകുമെങ്കിൽ അതാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം നമുക്ക് നേരെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ വിക്ടോറിയൻ ഈറ എന്ന് പറയുന്നത് ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിനെയാണ് നമ്മൾ വിക്ടോറിയൻ ഈറ എന്ന് പറയുന്നത്. അപ്പോൾ ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിനെ സുവർണ കാലഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ക്വീൻ വിക്ടോറിയ എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള ഒരു ക്വീനായിരുന്നു, ഒരു റാണിയാണ് അല്ലെങ്കിൽ രാജ്ഞിയായിരുന്നു. കാരണം രാഷ്ട്രസേവനം കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും, തൻ്റെ ജോലി കഴിഞ്ഞേ മറ്റെന്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നുള്ളൂ ക്വീൻ വിക്ടോറിയ എന്നുള്ളതൊരു പ്രത്യേകതയാണ്. 1837 തുടങ്ങി 1901 അവസാനിക്കുന്നതാണ് വിക്ടോറിയൻ കാലഘട്ടം. അപ്പോൾ ക്വീൻ വിക്ടോറിയയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് അലക്സാൻഡ്രീന വിക്ടോറിയ. ക്വീൻ അലക്സാൻഡ്രീന വിക്ടോറിയ എന്നാണ് ഫുൾ നെയിം. എല്ലാവരും ക്വീൻ വിക്ടോറിയ എന്ന് മാത്രമാണ് പറയുന്നത്, ഇൻ ഷോർട്ട്. അപ്പോൾ ഈ ക്വീൻ വിക്ടോറിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള ക്വീനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് വളരെയധികം പുരോഗതിയിലേക്ക് കുതിച്ചു പായുകയും അതുപോലെ തന്നെ രാജ്യത്ത് ഉടനീളം വല്ലാത്ത ഒരു പീസ് മേക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓഫ് കോഴ്സ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് തർക്കങ്ങളും കുറച്ച് റെവല്യൂഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്ന ഒരു രാജ്യമെന്ന നിലയിൽ വളരെയധികം രാജ്യം വികസനത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചുയർന്നു എന്നുള്ളതാണ് വിക്ടോറിയൻ ഈറയുടെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് വിക്ടോറിയൻ ഈറയിൽ നടന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിറ്ററേച്ചർ, സാഹിത്യത്തിൽ ധാരാളം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു ടോപ്പിക്കിൽ സാഹിത്യത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മറ്റൊരു ബ്ലോഗിൽ പറയാം. ഇപ്പോൾ ഞാൻ കോമൺ ആയിട്ടുണ്ടായ മാറ്റങ്ങൾ എവിടെയൊക്കെയാണ് ഉണ്ടായതെന്നുള്ളത് സിമ്പിളായിട്ട് ഒന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു ബ്ലോഗ് കൊണ്ട് അത് തീരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മുടെ ജനങ്ങളെ അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് എന്ന് തരംതിരിച്ച് അപ്പർ ക്ലാസ് അതായത് ക്ലർജിമെൻ അങ്ങനെയൊക്കെയുള്ള അരിസ്റ്റോക്രാറ്റിക് വിഭാഗത്തിന് മാത്രമായിരുന്നു വിദ്യാഭ്യാസം ചെയ്യാനുള്ള പെർമിഷൻസും അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നത്. പക്ഷേ ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്കും എലിമെൻ്ററി വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ തുടങ്ങി പഠിക്കാനുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖല വളർന്നു. അതിനുള്ള അവസരങ്ങൾ ധാരാളമായിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസം, അതായത് ഫ്രീ ലൈബ്രറീസ്, ഏത് പുസ്തകം എടുത്തൊരു കോമൺ മാനും പഠിക്കാം എന്നുള്ള, അതായത് പിന്നെ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങി പഠിക്കണമെങ്കിൽ തന്നെ ആ ബുക്കിൻ്റെ അഫോർഡബിൾ പ്രൈസിലായിരുന്നു, അതായത് വാങ്ങാൻ കഴിയുന്ന ഒരു സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന വിലയിലായിരുന്നു ബുക്സൊക്കെ വിപണികളിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വായനാശീലം വളരുകയും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങളും വിദ്യാഭ്യാസത്തിൽ ഉന്നതിയും ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ വലിയ മാറ്റങ്ങളാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലുണ്ടായത്. സ്റ്റീം എൻജിൻ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പരമായ ഇലക്ട്രിക് കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ടെലിഗ്രാഫ്, ഇങ്ങനെയുള്ള ഇതര മേഖലകളിലുള്ള പുരോഗമനം, സ്റ്റെത്തസ്കോപ്പ്, അതൊക്കെ റിവൈസ്ഡ് ആക്കി, അതായത് ഒന്നുകൂടി അതിനെ
അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു നമ്മുടെ വിക്ടോറിയൻ ഇറ. പലതരത്തിലുള്ള വാക്സിൻസ് കണ്ടുപിടിച്ചു. മലേറിയൽ ഫീവറിനെതിരെയുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. അത്രയേറെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു വാസ്റ്റ് ഡെവലപ്മെൻറ്റാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റീം എഞ്ചിൻ അറിയാലോ, അതെല്ലാം ആ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ഫോളോ അപ്പ് ചെയ്തിരുന്ന ഒരു സമയവും കൂടിയാണ് ക്വീൻ വിക്ടോറിയയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിൻ ഓഫ് സ്പീഷീസൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ഇതിൽ ഞാൻ ചെയ്യുന്നില്ല, ഈ ബ്ലോഗിൽ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളത് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചാണ്. അവിടെ രണ്ട് തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസാണ് മേജറായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ദ ടോറീസ് ആൻഡ് ദ വിക്സ് എന്നാണ്. ടോറീസ് എന്ന് പറയുന്നത് ലോർഡ്സിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണെങ്കിൽ വിക്സ് എന്ന് പറയുന്നത് കോമൺ പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പാണ്. അങ്ങനെ കോമൺ പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്സായ വിക്സും ടോറീസ്, അതായത് ലോർഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും, അങ്ങനെയാണ് ടോറീസ് ആൻഡ് വിക്സ് എന്ന് പറയുന്ന രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് അതും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു പുതിയ ആശയം ആ കാലഘട്ടത്തിൽ നിലവിൽ വന്നു. അതായത് ആത്യന്തികമായി മനുഷ്യൻ്റെ സ്റ്റുവാർട്ട് മില്ലാണ്, ഈ സ്റ്റുവാർട്ട് മിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. ഈ ആശയത്തിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ആത്യന്തികമായി അതെന്തായിരിക്കണം, മനുഷ്യൻ്റെ ഹാപ്പിനെസ് നൽകുന്ന കാര്യമായിരിക്കണം. അതായത് പെയിൻ റിലീവ് ചെയ്തുകൊണ്ട് നമുക്ക് വേദനകളൊന്നുമില്ലാതെ ഹാപ്പിനെസ് നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടിയാണ് മനുഷ്യനെന്നും പോരാടുന്നത്, അല്ലേ? മനുഷ്യൻ്റെ അവകാശങ്ങൾ പോലും പറയുന്നത് നമുക്ക് ആത്യന്തികമായി അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഹ്യൂമൻ ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഹ്യൂമൻ ഹാപ്പിനെസ്സിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പുതിയ ചിന്താഗതി യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ഐഡിയോളജി ഡെവലപ്പ് ചെയ്തത്. സ്റ്റുവാർട്ട് മില്ലാണ് അതിൻ്റെ പിറകിലുള്ള ചിന്തകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിൽ കൂടെയാണ് നമ്മുടെ വിക്ടോറിയൻ ഇറ കടന്നു പോകുന്നത്. എല്ലാ തരത്തിലും. അതുപോലെ തന്നെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെതിരെയുള്ള ടാക്സസ് എല്ലാം നിർത്തലാക്കി. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ തന്നെ വളരെ രീതിയിലുള്ള വ്യാവസായിക മാറ്റമാണ് ഇംഗ്ലണ്ട് കണ്ടത് ആ കാലഘട്ടത്തിൽ. അത്രയേറെ ട്രേഡ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇവർ പതുക്കെ കൊളോണിയലിസത്തിലേക്ക് പോയി. ഓരോരോ കോളനീസ് പിടിച്ചടക്കാനുള്ള ഇംഗ്ലണ്ടിൻ്റെ ആഗ്രഹവും ഇതോടുകൂടി വളർന്നു വന്നു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയെ പോലും ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങുകയും പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടൻ പിടിച്ചെടുക്കുകയും ചെയ്തതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യയെ പൂർണ്ണമായും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ അതിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു. അപ്പോൾ ക്വീൻ വിക്ടോറിയയെ നമ്മുടെ എംപ്രസ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയുടെ പോലും എംപ്രസ്സായി അന്ന് ക്വീൻ വിക്ടോറിയയെ പിന്നെ മാറ്റിയിരുന്നു എന്നുള്ളതും ചരിത്രം പറയുന്ന ഒരു രേഖയാണ്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിൽ ഇന്ത്യ മാത്രമല്ല ആഫ്രിക്കൻ കോളനീസും ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. രാജ്യത്തെല്ലാം കരീബിയൻ, അതുപോലെ തന്നെ ന്യൂ ഫൗണ്ട് ലാൻഡ്, അങ്ങനെയുള്ള ഓസ്ട്രേലിയ അങ്ങനെയുള്ള പല ഭാഗങ്ങളിലും ഇവർക്ക് കോളനീസ് ആകാൻ തുടങ്ങി. അങ്ങനെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ശക്തിയായി ഇംഗ്ലണ്ട് മാറുന്ന ഒരു കാഴ്ചയായിരുന്നു വിക്ടോറിയൻ കാലഘട്ടത്തിൽ നമുക്ക് കാണേണ്ടി വന്നത്. അത് എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾക്കും ഒരു കാരണമായിരുന്നു വിക്ടോറിയൻ ഇറ എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് രംഗത്തുണ്ടായി, അതുപോലെ തന്നെ സയൻസ് പരമായി ഉണ്ടായി, അതുപോലെ എഡ്യൂക്കേഷണൽ ഫീൽഡിലുണ്ടായി, അതുപോലെ വേറെ പൊളിറ്റിക്കൽ പാർട്ടീസിലുണ്ടായി, അതുപോലെ വേറെ കൊമേഴ്സ്യലൈസേഷൻ ഉണ്ടായി, ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായി. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു വിക്ടോറിയൻ ഇറയിൽ നമ്മുടെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ വിശദമായ
ഈ ലിറ്ററേച്ചറിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായത്, ലിറിക്കൽ ബാലഡ്സ് അങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ കവികളാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ളത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിലൂടെ പറയാം. അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ.